ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടിട്ട് ലൈബ്രറി പോയപ്പോഴാണ് അടുത്തുള്ള അമ്പലത്തിൽ അന്നദാനം കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ തിരിച്ചു മറിച്ചൊന്നും ചിന്തിക്കാൻ നിന്നില്ല. പഠിക്കാൻ വന്ന എല്ലാ പിള്ളേരും വിളിച്ചു വരുത്തിട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങി. 10 രൂപ ചോട്ട് കിടക്കണമെന്ന് പറഞ്ഞാൽ പറന്നെടുക്കും. ഞങ്ങള് ഫ്രീ ആയിട്ട് അന്നദാനം കിട്ടുന്നു പറഞ്ഞാൽ വിട്ടുകളയും. ഞങ്ങള് മിനിറ്റുകൾ കൂടെ ക്യൂവിന്റെ വലിപ്പം കൂടി വരാൻ തുടങ്ങി. ഈ ഇടയ്ക്ക് നടന്ന ന്യൂസുകളുടെ എഫക്റ്റ് ആണ് തോന്നുന്നു. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെവ്വേറെ ക്യൂ ആയിരുന്നു. അപ്പോഴാണ് 2 ചേച്ചിമാര് വന്നിട്ട് പറഞ്ഞത്, വിദേശത്ത് പോകണമെങ്കിലോ വല്ല സ്വർണം പണയം വെക്കണമെങ്കിലോ ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്ന്. പഞ്ചായത്ത് വിട്ടു പോകാൻ 10 പൈസ ഇല്ലാത്ത ഞങ്ങളോടാണ് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ 10 പൈസ ഇല്ലെങ്കിലും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. എന്റെ വീട്ടുകാർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരക്കിനടിയിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആസിഫ്. കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ നേരെ അന്നദാനം കഴിക്കാൻ വേണ്ടി ഉള്ളിൽ കയറി. 1 മണിക്കൂർ ക്യൂ നിന്ന് കയറിയതുകൊണ്ടോന്നും അറിയില്ല, ഫുഡിനെ കൊടുക്കത്തെ ടേസ്റ്റ്. അങ്ങനെ അതും കഴിച്ച് വെളിയിൽ വന്ന് നിൽക്കുമ്പോഴാണ് ശബരിമലയിൽ മകരജ്യോതി കാണുന്ന പോലെ നമ്മുടെ ബാബുസ്വാമിനെ ദൂരെ നിന്ന് കണ്ടത്. അതും കഴിഞ്ഞ് നേരെ ഞാൻ പോയത് എന്റെ കൂട്ടുകാരന്റെ വീട്ടിലോട്ടാണ്. കേരളം എന്തൊരു മാറ്റമാണ് മാറിയിരിക്കണെന്ന് പിണറായി വിജയൻ പറയണ പോലെ എന്റെ കൂട്ടുകാരൻ എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത്. അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് സ്വയം ചോറൊക്കെ വെക്കാൻ പഠിച്ചു. എന്തായാലും ഞാൻ അവന്റെ വീട്ടിലോട്ട് വലിഞ്ഞു കയറിയ സമയം കറക്റ്റ് സമയമാണ്. കാരണം വേറൊന്നുമല്ല, അന്നവന്റെ വീട്ടിൽ കറി ചിക്കൻ ആയിരുന്നു. ഇക്കാണ്ടും മുതലാണ് ചിക്കൻ വെച്ചത്. ഇത് വേറെ ആരുമല്ല, അവന്റെ അനിയൻ തന്നെ. അങ്ങനെ അവൻ ഉണ്ടാക്കിയ ചോറും ചിക്കനും കഴിച്ചിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. നല്ലൊരു കാഴ്ചയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.